അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നാര മുഅ്മിനീങ്ങളെ, പല കുടുംബത്തിലും പല പ്രശ്നങ്ങളാണ്. ഇന്ന് ഒരു ഉമ്മയും ഒരു മകനും എൻ്റെ അടുക്കൽ വന്നു. ഒരുപാട് ഭർത്താവിനെ കുറിച്ചിട്ടുള്ള പരാതികളാണ് പറഞ്ഞത്. ഉസ്താദ, ഒരിക്കലും നമുക്കൊരു സമാധാനമില്ല, ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നതെല്ലാം ഞാൻ കേട്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്, ഭർത്താവല്ല പ്രശ്നക്കാരൻ്റെ യഥാർത്ഥത്തിൽ, ഭാര്യ. ഒരാളും ഒരു സിഹിറും വെച്ചതല്ല, സ്വഭാവ ദൂഷ്യമാണ്. എന്താ, ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ മക്കൾ എന്ത് ചെയ്യും? ഭർത്താവിന് കാർന്ന് ഇറങ്ങി വരുമ്പോൾ മക്കൾ ഓടിച്ചെന്ന് ബാപ്പാനെ സ്വീകരിക്കാൻ വേണ്ടി മക്കൾ വരും. ഉമ്മയാണെങ്കിലോ ആ ഭാഗത്ത് കാണൂല. പലപ്പോഴുമായി ഭർത്താവ് വരുന്ന സമയത്ത് മക്കളെ കൂടെ ഉണ്ടെങ്കിലും പുറത്തുണ്ടെങ്കിലും ഭർത്താവിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഓടിപ്പോവുകയാണ് പതിവ്. ഒരു ദിവസം പോലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറില്ല, ഭർത്താവിന് മുഖം കൊടുക്കാറില്ല. രാത്രി കിടക്കുമ്പോൾ ഒരേ റൂമിൽ ഒന്നിച്ച് കിടക്കും. അങ്ങനെ ചെയ്യരുത്. പറഞ്ഞ പരാതിയിൽ ഒന്ന്, ഭർത്താവ് എനിക്ക് പൈസ തരാറില്ല. അപ്പം മോന് പറഞ്ഞ് ബാപ്പ പൈസ കൊടുത്തോണ്ടായിരുന്നു, ഇപ്പം മാത്രം ബാപ്പ പൈസ കൊടുക്കുന്നില്ല. അതിന് കാരണം എന്തെന്നറിയോ ഉസ്താദ്? 15 വയസ്സുള്ള മോനാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ എന്ത് ചെയ്യും? ഉമ്മാൻ്റെ ആങ്ങളുടെയും ഉമ്മാൻ്റെ വീട്ടുകാരുടെയും വാക്കുകളൊക്കെ കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോവും. കുട്ടികളായ ഞങ്ങോ ബാപ്പാൻ്റെ കൂടെ നിൽക്കും. കാരണം ഞങ്ങൾക്ക് സ്കൂളിലേക്കും മദ്രസയിലേക്കും എല്ലാം പോകണം. അതുകൊണ്ട് മദ്രസ സ്കൂളും പഠിക്കണമെന്നും ഞങ്ങളൊന്ന് ഉഷാറാകണമെന്നോ എൻ്റെ ഉമ്മാക്ക് അങ്ങനെ ഒരു ബോധമില്ല. ബാപ്പ അതൊക്കെ പരിഗണിച്ച് ഞങ്ങളെ കൂടെ തന്നെ ജോലിക്കും പോകാതെ ഞങ്ങളെ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി, ഒന്നിരിക്കലോ ഹോട്ടലിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുന്നു. പല പ്രാവശ്യം ഉമ്മ പണിയിട്ട് ആങ്ങളുടെ വിഷയം കേട്ടിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഉസ്താദ് എന്നാണ് ആ മകന് പറഞ്ഞത്. വല്ലാണ്ട് വിഷമായി. കാരണം ഉമ്മമാരെവിടെയും മക്കളെ വിട്ടു പോകാറില്ല. ബാപ്പമാർ ചിലപ്പോൾ പല സ്ഥലങ്ങളിലേക്കും പോകും. അപ്പം അതിൽ പറഞ്ഞ പരാതി മെയിനായിട്ട് കുട്ടികൾ എല്ലാം ബാപ്പയുടെ കൂടെയാണ്. ബാപ്പ വരുമ്പോൾ തന്നെ ഓടി ചെല്ലും. വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ബാപ്പൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കും. ബാപ്പ പുറത്ത് വന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് പലതും പറയാനുണ്ടാവും. എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്നറിയില്ല, ഗുണഗുണാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പോയി നിന്ന് മക്കൾ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ പറ്റൂലേ? അപ്പം ഞാൻ ആ മോനോട് ചോദിച്ചു, അല്ല കുഞ്ഞ്, എന്താണ് ബാപ്പയോട് നിങ്ങൾക്ക് അത്രമാത്രം പറയാനുള്ളത്? പറഞ്ഞ് ഞാൻ രാവിലെ സ്കൂളിൽ പോയത് മുതൽ വന്നത് വരേക്കുള്ള സംഭവങ്ങൾ, അതിൽ ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ അതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ 3 കുട്ടികളടുത്ത് പല കാര്യങ്ങളും 3 കുട്ടികൾക്കും പറയാനുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 3 ആൾക്കാർക്കും ബാപ്പയോട് കുറേ പറയാനുമുണ്ട്. ബാപ്പാൻ്റെ കുറേ നിർദ്ദേശം പറയാനുണ്ട്. ഞങ്ങളെ റോൾ മോഡലാണ് ബാപ്പ. ബാപ്പ പറയാനുണ്ട്, എന്നെ കണ്ട് പഠിക്ക്, നാട്ടുകാരെ കണ്ട് പഠിക്കുന്നതല്ല, ഞാൻ എന്താണോ അത് കണ്ട് പഠിക്കണമെന്നാണ് ബാപ്പ പറയാനുള്ളത്. അപ്പോൾ ആ ബാപ്പാനെ ഞങ്ങൾ റോൾ മോഡലാക്കി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ പറയാൻ പറ്റണം. മാതാവിനാണെങ്കിലും പിതാവിനാണെങ്കിലും ബാപ്പയും ഉമ്മയും റോൾ മോഡലാകാൻ കഴിയണം. അതാണ് ഒരു യഥാർത്ഥത്തിൽ ബാപ്പയാകേണ്ടത്. എന്താ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താ പറഞ്ഞ്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വിശദീകരിക്കുകയല്ല,
എന്നാൽ ചുരുക്കി പറയുകയാണ്, നല്ലൊരു ഇണയെ തരണം, നല്ല കൺകുളിർക്ക രൂപത്തിലുള്ള നല്ല മക്കളെ തരണം. അതുമാത്രം പോരാ, എന്ന് വജാൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരണം എന്ന് പറഞ്ഞത് അത് ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എന്നെ കണ്ട് പഠിക്കൂ, എന്നെ കണ്ട് പഠിക്കുന്ന ആളുകൾ വേണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ബാപ്പയുടെ അവസ്ഥകൾ ഉണ്ടാകണം. ഈമാനികമായ നല്ല നിസ്കാരവും മറ്റുള്ള നല്ല സൽക്കർമ്മങ്ങളും നല്ല ഒരു ചിട്ടയോടുകൂടി, ദീനി ചിട്ടയോടുകൂടി വളരുന്ന ഒരാളുകളാകണം. ആ നിലക്കാണ്, അങ്ങനെയാണ് വേണ്ടതും. അത് നല്ലൊരു ബാപ്പയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഞാൻ ഈ വോയിസിൽ വന്നത്, ഒരാൾ നമുക്ക് സിഹിർ ചെയ്യില്ല, ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, വെറുതെ വിചാരിക്കുന്നതാണ്, നമ്മുടെ സ്വഭാവമാണ്. ഒന്ന്, നിങ്ങൾ വരുമ്പോൾ തന്നെ പിന്നെ ഭർത്താവ് വരുന്ന സമയം നോക്കുമ്പോൾ ഭർത്താവിനെ കാണാൻ ഒരു പുഞ്ചിരി, ജസ്റ്റ് അത്രേ വേണ്ടു, ഒരു സ്മൈൽ, ഒരു കാണുമ്പോൾ ഒരു പുഞ്ചിരി. വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു നല്ല ഒരു സർബത്തോ ചായയോ എന്താണ് ഭർത്താവിന് ഇഷ്ടം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല നിലക്ക് ഭർത്താവിൻ്റെ മുമ്പിൽ സംസാരിക്കുക. കുട്ടികളും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ ഭാര്യക്കും കൂടി പോയി ഇരുന്ന് എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ നോക്കി സംസാരിച്ച് അതെന്തൊരു സുഖം ഉണ്ടാവാറ് കുടുംബത്തിൽ. എന്നിട്ട് ആ കുട്ടി പറഞ്ഞത്, ബാപ്പയെ ഉമ്മക്ക് കണ്ടുകൂടാ, ബാപ്പയെ കുറിച്ച് ഞങ്ങൾ അയൽവാസികളോടും മറ്റുള്ള ആളുകളോടൊക്കെ എന്തൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ബാപ്പയെ അങ്ങനെയുള്ളൊരു കുറ്റങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാപ്പയുടെ മുമ്പിൽ ബാപ്പ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ചോദിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഇതൊന്നും പറയുമ്പോഴും ബാപ്പാനെ കുറിച്ച് പറയാൻ ഒരു നിലക്കുണ്ടാവില്ല. എന്നാൽ ഉമ്മയുടെ എപ്പോഴും സ്വഭാവം ഇങ്ങനെയാണ്. പിന്നെ മക്കൾ എപ്പോഴും ബാപ്പൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് ഞങ്ങളെയും കുറ്റപ്പെടുത്തും. അതിന് കാരണം എന്താ? ഉമ്മ നമുക്ക് സ്നേഹം തരുന്നില്ല, ബാപ്പയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. എല്ലാ കാര്യങ്ങളും ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിട്ടുപോകും. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഒന്നും ഉണ്ടാകരുത്. കേൾക്കുമ്പോൾ തന്നെ വല്ലാണ്ട് കൗതുകം തോന്നിയ ഒരു അനുഭവമായതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, സ്വഭാവം, ഗുണങ്ങളും പിന്നെ എന്താണ് സ്നേഹഭാഷകൾ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് ഇത് ഈ നിലയ്ക്ക് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം, അതിനുശേഷം നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ കൊണ്ട് തന്നെ, സ്വഭാവ ദോഷങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മുടെ പലരും, പല കുടുംബങ്ങളും തെറ്റി നിൽക്കുന്നത്. എന്തോ ഒരു തെറ്റിദ്ധാരണ, എന്തോ ഒരു ബ്ലോക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് അത് നീക്കി നല്ല നിലക്ക് റാഹത്തോടു കൂടി ജീവിച്ചാൽ എന്തൊരു ആസ്വാദനമുണ്ട്, എന്തൊരു സന്തോഷം ഉണ്ടാവും ആ കുടുംബത്തിൽ. എന്നേക്കാൾ വേറെ വേണം? ആ ബാപ്പയുടെ കഥ കേൾക്കുമ്പോൾ, കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാണ്ട് ഒരു സന്തോഷമായി. അങ്ങനെയുള്ളൊരു ബാപ്പന്മാരാണ് വേണ്ടത്. ഉമ്മമാരും അതുപോലെ തന്നെ ആയാൽ ആ മക്കളുടെ ഭാവി എത്രമാത്രം ചന്തമായിരിക്കും. അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഞാൻ പറയുന്നത്, നാം എല്ലാവരും സ്നേഹിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങോട്ട് കിട്ടണമെന്നുള്ള ഒരു ചിന്ത ഒന്നും ഉണ്ടാകരുത്. നാം സ്നേഹിക്കുന്നത് എന്തിനാണ്? നമ്മുടെ മനസ്സ് ക്ലിയർ ആകാൻ വേണ്ടി. അവരിൽ നിന്ന് തിരിച്ച് കിട്ടിയോ ഇല്ലേ അതൊന്നും മനസ്സിലാക്കണ്ട. നാം നല്ല നിലക്ക് സംസാരിക്കുക. എല്ലാവരെയും നാം സ്നേഹിക്കുന്നത്, നല്ല വാക്കുകൊണ്ട് സംസാരിക്കുന്നത്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മറ്റുള്ളവരെ, അവരെന്തോ ആവട്ടെ, അവരുടെ സ്വഭാവം ഏതുമാവട്ടെ, അത് നോക്കണ്ട. അപ്പോൾ ഈ വിഷയത്തിനൊരു പാഠം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താ, ഭർത്താവ് ആണെങ്കിലും വീട്ടിൽ നിന്നൊന്നും ദേഷ്യപ്പെടൂല, കുറ്റപ്പെടുത്തൂല, പറയൂല. തരുന്ന ആ ഒരു ഇതിൽ നല്ല പുഞ്ചിരിയോടെ ഭാര്യനോട് സംസാരിക്കും, നല്ല നിലക്ക് പെരുമാറും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും ആ ഒരു ഭർത്താവ്. അപ്പോൾ മകനോട് ഞാൻ ചോദിച്ചു, ബാപ്പാക്ക് ഇതിനെ കുറിച്ച് വിഷമമില്ലേന്ന് പറഞ്ഞു. ബാപ്പാക്ക് വിഷമമുണ്ട്, എന്ത് ചെയ്യാനാണ്, ബാപ്പ എപ്പോഴും അത് സാരമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്, എൻ്റെ വിധിയാണ് എന്ന് പറയുന്നു. അതിനൊന്നും എനിക്ക് സങ്കടമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൂത്ത കുട്ടി പറഞ്ഞു, ഇതൊക്കെ ഓർക്കുമ്പോൾ, ബാപ്പാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും, മക്കളായ ഞങ്ങൾക്ക് തന്നെ ബേജാറാകുന്നുണ്ട്. ഉമ്മയുടെ സ്വഭാവം നന്നാകണമെന്ന് ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. 3 മക്കളും അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു എല്ലാവർക്കും നല്ല നിലക്ക് നല്ല സ്വഭാവത്തിൽ പെരുമാറി അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്നവർ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അവരുടെ വരവിൽ മനസ്സിലാക്കി എന്താണോ അവർ പ്രാക്ടിക്കലായി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ വിഷയങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കും. അള്ളാഹു ഖൈറും ബറക്കത്തും ഇസ്സത്തും അള്ളാഹു ആക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.